സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പുതിയൊരു യാത്രാ വീഡിയോ ആയിട്ടല്ല വന്നത്, മറിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചെറിയ ഇൻഫർമേഷൻ, അതായത് നമുക്ക് എങ്ങനെ ഡൽഹിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നൽകാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്ന് ജംഗ്ഷനായിട്ട് വരുന്നത് തൃശ്ശൂരാണ്. അവിടുന്ന് 3 രൂപത്തിൽ നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കും. ഇതിലുള്ള 3 രൂപത്തിലും ട്രെയിനുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് റൂട്ടായ തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, മംഗലാപുരം, പൻവേൽ വഴി വഡോദര, രത്ലം, കോട്ട അതിലൂടെ പോകുന്ന റൂട്ടാണ്. ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട്. മറ്റൊരു റൂട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളതില്ല. ഇതിലൂടെ ഏറ്റവും കൂടുതൽ ടൈം കുറവ് കൺസ്യൂം ചെയ്യുന്നത്, അതായത് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക്, ഇത് രണ്ടും ആകെ 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലുള്ളൂ. അപ്പോൾ ഇവിടത്തേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം 37 മണിക്കൂറും 55 മിനിറ്റും മാത്രം എടുത്ത് യാത്ര ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ രാജധാനി നിസാമുദ്ദീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കേരള രാജധാനി. തിരുവനന്തപുരത്തു നിന്നും എല്ലാ 2 ദിവസങ്ങളിൽ മാത്രം നിസാമുദ്ദീനിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതാണ് ഏറ്റവും കുറവ് സമയം എടുത്ത് യാത്ര ചെയ്യുന്നത്. എന്നാൽ രാജധാനി എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം നമുക്ക് ഏറ്റവും കുറവ് യാത്ര എടുക്കുന്നത് 41 മണിക്കൂറും 15 മിനിറ്റാണ്. അതും ഇതേ റൂട്ടിൽ തന്നെയാണ്. അതിന് 3-4 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പോകുന്ന തിരുവനന്തപുരം നോർത്തിൽ നിന്ന്, അഥവാ പണ്ടത്തെ കൊച്ചുവേളിയിൽ നിന്നും, ചണ്ഡീഗഡ് അഥവാ നിസാമുദ്ദീനും കഴിഞ്ഞ് ഡൽഹിയും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചണ്ഡീഗഡിലേക്ക് പോകുന്ന കേരള സമ്പർക്ക് ക്രാന്തിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നോർത്തിൽ തന്നെ പുറപ്പെടുന്ന യോഗനഗരി ഋഷികേശിലേക്ക് പോകുന്ന വണ്ടി, അതുപോലെ തന്നെ അമൃത്സറിലേക്ക് പോകുന്ന, അഥവാ പഞ്ചാബിലെ അമൃത്സറിലേക്ക് പോകുന്ന വണ്ടി. ഈ 3 വണ്ടികൾ മാത്രമാണ് കുറഞ്ഞ ടൈമിൽ നമുക്ക് ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. എന്നാലും മംഗള ലക്ഷദ്വീപ് പോലത്തെ വണ്ടികൾ, കേരള സൂപ്പർ ഫാസ്റ്റ് പോലത്തെ വണ്ടികൾ, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ നമുക്ക് ടൈമുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ കോയമ്പത്തൂർ, കാട്ട്പാടി, നാഗ്പൂർ വഴി ഭുസവാല, ഝാൻസി, ആഗ്ര, മധുര, നിസാമുദ്ദീൻ, ഈ റൂട്ടിലൂടെയാണ് ഒരുപാട് വണ്ടികൾ സർവീസ് എടുക്കുന്നത്. ഇതിലൂടെ എടുക്കുന്ന ഏറ്റവും കുറവ് ടൈം 45 മണിക്കൂറും 20 മിനിറ്റാണ്. അതിലേറ്റവും കൂടുതൽ എടുക്കുന്ന സമയം, അതിൽ തന്നെ ഒരുപാട് വണ്ടി സർവീസ് നടക്കുന്നുണ്ട്. ആ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയം 48 മണിക്കൂറും 10 മിനിറ്റാണ്. ഇതെടുക്കുന്നത് മറ്റേത് വണ്ടിയല്ല, നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ശ്രീമാന വൈഷ്ണവി കട്ടറയിലേക്ക് പോകുന്ന ഹിമസാഗർ സൂപ്പർ ഫാസ്റ്റാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ട് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്ന വണ്ടി. അതുപോലെ തന്നെ മൂന്നാമത്തെ വണ്ടി എറണാകുളത്ത് നിന്ന് മംഗലാപുരം, പൻവേൽ വഴി കല്യാൺ, ഇറ്റാർസി, ഭോപ്പാൽ ജംഗ്ഷൻ വഴി ഭോപ്പാൽ, ഝാൻസി, ആഗ്ര വഴി നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഒരേ ഒരു വണ്ടി. അത് എല്ലാ ദിവസവും സർവീസ് എടുക്കുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ പേര് വന്നതിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അഥവാ മംഗലാപുരത്തിൽ നിന്ന് എറണാകുളം വരെയായിരുന്നു ആദ്യത്തെ സർവീസ്. അതിനുശേഷം ഇത് മംഗലാപുരത്തിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് കോയമ്പത്തൂർ വഴി സർവീസ് നടത്തിയിരുന്നു കുറച്ചു കാലം. അതിനുശേഷം കൊങ്കൺ വന്നപ്പോഴാണ് നേരെ നിസാമുദ്ദീനിലേക്ക് ഇതിൻ്റെ സർവീസ് കൊങ്കൺ വഴി നടത്തിയത്. മംഗള എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേരാണ് മംഗളദേവി ക്ഷേത്രം എന്നാണ് പേരും തോന്നുന്നു. അതും ലക്ഷദ്വീപിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന, ഇപ്പോഴും കപ്പൽ മാർഗം യാത്ര ചെയ്യാൻ കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. ആ കൊച്ചിയിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എന്ന് പേര് വന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ പൻവേൽ വഴി പോയിട്ട് ടൈം എടുക്കുന്ന ഒരു വണ്ടി. ഇത് 48 മണിക്കൂറും 10 മിനിറ്റുമാണ് എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരുപാട് സ്പെഷ്യൽ വണ്ടികൾ പല സീസണിലും റെയിൽവേ അനുവദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഈ പറഞ്ഞ വണ്ടികൾക്കൊക്കെ ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമുക്ക് ജനറൽ യാത്ര ചെയ്ത് പോകാമെന്ന് കുറച്ച് കഷ്ടപ്പാടാണ്. കാശ്മീരൊക്കെ പോയ ഒരു യാത്രയിൽ ഞങ്ങൾ മുഴുവൻ ജനറൽ ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്തത്.
അപ്പോൾ ഞങ്ങൾക്കറിയാം 38 മണിക്കൂറാണ് കാസർഗോഡ് നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തത്. അതിന് ജനറൽ ഫെയർ വന്നത് 540 രൂപയാണ്. പിന്നെ സ്ലീപ്പറിന് 950 രൂപയും തേർഡ് എ സിക്ക് 2000 സംതിങ് റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഒരു 500 രൂപ കൂട്ടുമ്പോൾ നമുക്ക് നല്ല രൂപത്തിൽ സ്വസ്ഥമായി കിടന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ, ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ പല വണ്ടിക്കും ടിക്കറ്റ് ഇല്ല, റിഗ്രറ്റാണ്. വെയിറ്റിംഗ് ലിസ്റ്റല്ല, റിഗ്രറ്റ് ആയിരിക്കുകയാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് പോകാൻ പറ്റിയ വേറെ റൂട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അഥവാ നമുക്ക് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള, അഥവാ വെയിറ്റിംഗ് ലിസ്റ്റ് 20-ന് താഴെയുള്ള പല റൂട്ടുകളുണ്ട്. ആ റൂട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വ്യാഴാഴ്ചയാണ്. അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 2ാം പാർട്ട് വരുമെന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.